എംപ്ലോയബിലിറ്റി സ്കില്ല് യൂണിറ്റ് 4 ആയ ഓൺട്രപ്രണിയറൽ സ്കിൽ എന്ന ഭാഗത്തിലെ മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗത്തിന്റെ മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ ഓൺട്രപ്രണർ? ഒരു സംരംഭകൻ അഥവാ ഓൺട്രപ്രണർ എന്നാൽ എന്ത്? An entrepreneur is a person who tries to meet needs of a customer through new ideas or ways of doing business and make profit in return. ഒരു സംരംഭകൻ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു വഴിയിൽ കൂടി ഒരു ബിസിനസ് ചെയ്യുന്ന ആള്. ആ ബിസിനസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കസ്റ്റമറുടെ അഥവാ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, അതോടൊപ്പം തന്നെ ലാഭം ഉണ്ടാക്കുക. അപ്പോൾ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി അതുവഴി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പുതിയ മാർഗങ്ങളും ഐഡിയകളും ഉപയോഗിക്കുന്ന ആളെയാണ് ഓൺട്രപ്രണർ അഥവാ സംരംഭകൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആൻ എന്റർപ്രൈസ്? ഇറ്റ് ഈസ് എ ബിസിനസ് യൂണിറ്റ്. ഒരു എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് സ്ഥാപനമാണ്. ആ ബിസിനസ് സ്ഥാപനം ഒരുപക്ഷെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കാം, ഒരു വ്യക്തി സ്വന്തമായിട്ട് നടത്തുന്നതായിരിക്കാം, പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നിട്ടുള്ളതായിരിക്കാം, ഒരു അസോസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ, വലിയ സ്ഥാപനങ്ങളെ നമുക്കറിയാം, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അങ്ങനെയുള്ളവയായിരിക്കാം, ഒരു കമ്പനി ആയിരിക്കാം, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കാം, അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ബിസിനസ് സ്ഥാപനമാണെങ്കിലും അതിനെ വിളിക്കുന്ന പേരാണ് എന്റർപ്രൈസ്. വാട്ട് ഈസ് മെന്റ് ബൈ വാല്യൂസ് ഓഫ് ആൻ ഓൺട്രപ്രണർ? ഒരു സംരംഭകന്റെ മൂല്യങ്ങൾ എന്നാൽ എന്ത്? The qualities that make an entrepreneur to overcome his problems and fear are called values. ഒരു സംരംഭകന് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിക്കാനുള്ള ക്വാളിറ്റികളെയാണ് നാം വാല്യൂസ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആ സംരംഭകന് ആ സംരംഭവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ആശങ്കകൾ അത് പരിഹരിക്കാൻ വേണ്ടി അയാളിൽ തന്നെയുള്ള ക്വാളിറ്റീസിനെയാണ് വാല്യൂസ് എന്ന് നാം പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ദ വാല്യൂസ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഒരു സംരംഭകനിൽ കാണപ്പെടുന്ന മൂല്യങ്ങൾ ഏവ എന്ന് നോക്കാം. കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം, ഒരു കാര്യം തനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു പുതിയ സംരംഭം തുടങ്ങാനും വിജയിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. രണ്ടാമത്തത് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു വർക്ക് അലോൺ. മറ്റുള്ളവരുടെ ഒരു സഹായം ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇൻഡിപെൻഡൻസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പെർസിവറൻസ്. പെർസിവറൻസ്, നോട്ട് ടു ഗിവ് അപ്പ് ആൻഡ് കീപ് ഗോയിങ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. വ്യത്യസ്തമായ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വരുമ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കുവാനുള്ള സ്ഥിരോത്സാഹം, അതിനാണ് പെർസിവറൻസ് എന്ന് പറയുന്നത്. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും, ബിസിനസ് ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് വന്നാലും അതിലൊന്നും തളരാതെ മുമ്പോട്ട് പോകുവാനുള്ള ആ കഴിവ്. ദെൻ ഓപ്പൺ മൈൻഡഡ്നെസ്, കീപ് ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്. പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പോൾ അതിനെ വളരെ വിശാലമായ മനസ്സോടുകൂടി ഉൾക്കൊള്ളാനുള്ള കഴിവ്. ഇപ്പോഴും നമ്മൾ ഒരു ക്ലോസ്ഡ് ചേംബർ എന്ന് കഴിഞ്ഞാൽ ബിസിനസ് പുരോഗമിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഓപ്പൺ ആയിട്ട് പുതിയ പുതിയ ഐഡിയകളെ സംശീകരിക്കാനുള്ള കഴിവ്, അതാണ് ഓപ്പൺ മൈൻഡഡ്നെസ്. ദെൻ പാഷൻ, എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ലവ് ഓർ എൻതൂസിയാസം. താൻ ചെയ്യുന്ന ആ ബിസിനസ്സിനോടുള്ള അഭിനിവേശം, അതിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ആവേശം, അതിനാണ് നാം പാഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു പാഷനോട് കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാം ടയർസം ആവാതെ അല്ലെങ്കിൽ ക്ഷീണിക്കാതെ നമുക്ക് ജോലി ചെയ്യാനാവും. കാരണം നമുക്ക് ആ വർക്ക് ചെയ്യുന്നത് ഒരു സന്തോഷകരമായ ഒന്നായിരിക്കും. ദെൻ വിഷൻ, ദ എബിലിറ്റി ടു പ്ലാൻ ദ ഫ്യൂച്ചർ വിത്ത് ഇമാജിനേഷൻ ആൻഡ് വിസ്ഡം. ഒരു വർക്ക് അത് കൃത്യമായ രീതിയിൽ ഇമാജിൻ ചെയ്യാനും പ്ലാൻ ചെയ്യാനും
ഒരു വിസ്ഡത്തോട് കൂടിയിട്ട്, അതായത് നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വിവേകത്തോടു കൂടി ഒരു ഫ്യൂച്ചർ വർക്കിനെ പ്ലാൻ ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നാം വിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യക്തമായ ഒരു തീരുമാനം കൃത്യസമയത്ത് എടുക്കാനുള്ള കഴിവിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ വാല്യൂസിൽ ഉൾപ്പെടുത്താൻ പറ്റുക. Then what is meant by attitude? Attitude അഥവാ മനോഭാവം എന്നാൽ എന്ത്? The meaning of attitude is one's tendency to respond toward certain idea, object, person or situation. Attitude എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയയോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ ഒരു സാഹചര്യത്തോടോ എപ്രകാരമാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പല വ്യക്തികളെ സംബന്ധിച്ച് വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡുകളായിരിക്കും ഉണ്ടാകുക. ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്രകാരമുള്ള പ്രതികരണങ്ങളെയാണ് അപ്രകാരമുള്ള മനോഭാവങ്ങളെയാണ് നാം ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An entrepreneur's attitude affects their choice of action while running the business. ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോഴേക്കും ഏത് രീതിയിൽ ആക്ട് ചെയ്യണം എന്നുള്ളത് ഓൺട്രപ്രണറുടെ മനോഭാവം അനുസരിച്ചായിരിക്കും. ഇപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്നുള്ളത് അയാളുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുപോലെ സിറ്റുവേഷൻ വരുമ്പോൾ ഒരാൾ പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ പ്രതികരിക്കുക. ഒരാൾ പ്രതികരിക്കേണ്ടതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾ പ്രതികരിക്കേണ്ടത്. ഇപ്പൊ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചും ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വരുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാകുക. Give the difference in attitude of entrepreneur and employee in belief in self. Believe in self എന്ന് പറഞ്ഞാൽ സ്വയം വിശ്വസിക്കുക, നമ്മളുടെ കഴിവിൽ വിശ്വസിക്കുക. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എപ്രകാരമായിരിക്കും ഒരു ഓൺട്രപ്രണറും എപ്രകാരമായിരിക്കും ഒരു എംപ്ലോയിയും ബിഹേവ് ചെയ്യുക, അവരുടെ മനോഭാവം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ആ ബിലീവ് ഇൻ സെൽഫ് സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഒരു ഓൺട്രപ്രണർ എന്ത് ചെയ്യുന്നു? When an entrepreneur starts a new business, there is no manager or boss who would encourage support when things get difficult. ഒരു സംരംഭകൻ അവന് സംരംഭം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നേരിടാൻ വേണ്ടി അദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു മാനേജരോ ഒരു ബോസോ ഇല്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. Therefore, the entrepreneur believe in self so that they can confidently face any challenges and become successful. അപ്പൊ മറ്റൊരാള് സഹായിക്കാൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളെ മാത്രമായിരിക്കും. ഒരു ആത്മവിശ്വാസത്തോടു കൂടി സെൽഫായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ആ ചലഞ്ച് ഓവർകം ചെയ്ത് അത് ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നു. ഇനി ഒരു എംപ്ലോയി എങ്ങനെ ഫേസ് ചെയ്യും നമുക്ക് നോക്കാം. ഒരു എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ബിലീവ് ഇൻ സെൽഫ് എന്നുള്ള ആ വാല്യൂല് ഒരു എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും നമുക്ക് നോക്കാം. An employee usually is managed by someone who helps and support him when he starts the job. ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ എംപ്ലോയിയെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുകളിൽ മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ ബോസ് ഉണ്ടാവും, ഓൺട്രപ്രണർ ഉണ്ടാവും. He is also given training and support to understand how to do the work. എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് എംപ്ലോയിയെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുണ്ടാവും. And also what to do when things get difficult. പ്രയാസം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റൊരാള് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനുണ്ടാവും, മാനേജ് ചെയ്യാനുണ്ടാവും. അതാണ് ഡിഫറൻസ്. ഓൺട്രപ്രണറെ സംബന്ധിച്ച് കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടതായിട്ട് വരുന്നു. മറ്റൊരാളുടെ സഹായം അയാൾക്ക് ലഭിക്കുന്നില്ല, ഉയർന്ന രീതിയിലുള്ള സഹായം ലഭിക്കുന്നില്ല. പക്ഷെ എംപ്ലോയിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് ബിലീവ് ഇൻ സെൽഫ് എന്ന സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അത്തരത്തിലുള്ള ടാസ്ക് അയാൾക്ക് വരുന്നില്ല. കാരണം അയാളെ സഹായിക്കാൻ പുറമേ നിന്നുള്ള ആളുകൾ ലഭ്യമാണ്. Give the difference in attitude of entrepreneur and employee in customer focus. കസ്റ്റമർ, ഉപഭോക്താവിനെ സംബന്ധിച്ച് ഉപഭോക്താവിനോടുള്ള ആ മനോഭാവത്തില് എന്റർപ്രണറുടെ മനോഭാവം എന്തായിരിക്കും, എംപ്ലോയിയുടെ മനോഭാവം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. Entrepreneur is responsible for ensuring satisfaction to customer. കസ്റ്റമറെ തൃപ്തിപ്പെടുത്തുക, ആ കസ്റ്റമർക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്, അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്, അയാൾ കൊടുക്കുന്ന പണത്തിന് അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ടറി ആയിട്ട്
കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് ഓൺട്രപ്രണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. An entrepreneur is also responsible for running his business ethically. മൂല്യങ്ങളോടുകൂടി, സമൂഹത്തിൽ സദാചാരത്തോടുകൂടി, ധാർമ്മികതയോടുകൂടി ബിസിനസ് നടത്തേണ്ടത് എന്നുള്ളത് ഓൺട്രപ്രണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാള് ഫോളോയിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് കാലാകാലങ്ങളിൽ സെറ്റ് ചെയ്യുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, ആ റൂൾസ് അനുസരിച്ചുകൊണ്ട് ബിസിനസ് നടത്തുക എന്നുള്ളത് ഒരു ഓൺട്രപ്രണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എംപ്ലോയിയെ സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം. An employee delivers on the goal set by company. ആ കമ്പനി കൊടുക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്, ചില ടാർഗറ്റ്സ് ഉണ്ട്. ആ ടാർഗറ്റ്സ് അനുസരിച്ചിട്ടാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. Not all employees of a company work towards serving the needs of customers directly. ഒരു കമ്പനിയിലെ മുഴുവൻ എംപ്ലോയീസും ഒരിക്കലും കസ്റ്റമറുമായിട്ട് നേരിട്ട് ഇടപെടുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇടപെടുന്നത്, നേരിട്ട് ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, they may not have any direct responsibility towards the customer. അത്തരത്തിലുള്ള എംപ്ലോയീസിന് കസ്റ്റമറുമായിട്ട്, ഉപഭോക്താവുമായിട്ട് നേരിട്ട് ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കുക. ഓൺട്രപ്രണറെ സംബന്ധിച്ച് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അയാളുടെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് പ്രകടമായ വ്യത്യാസം. Then give the difference in attitude of entrepreneur and employee in decision making. ഒരു തീരുമാനമെടുക്കുക. ആ ഒരു ഘട്ടത്തിൽ ഒരു എംപ്ലോയി ഒരു ഓൺട്രപ്രണറുടെയും ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതിന്റെ വ്യത്യസ്തത നമുക്ക് നോക്കാം. Entrepreneur decide the kind of work they will do and how they will do it. എപ്രകാരമുള്ള ജോലിയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൺട്രപ്രണർ ആണ് തീരുമാനിക്കേണ്ടത്. They themselves make decisions and work towards completing the work. അവര് അപ്രകാരം ചെയ്യാനുള്ള വർക്കിന്റെ തീരുമാനം അവര് തന്നെ എടുക്കുകയും അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. എല്ലാം സെൽഫായിട്ട് ചെയ്യുന്നു. ഡിസിഷൻ മേക്കിംഗ് സെൽഫായിട്ട് ചെയ്യുന്നു. എംപ്ലോയിയുടെ കേസിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി എ മാനേജർ ഓർ ബോസ് മേക്സ് എ ഡിസിഷൻ ഫോർ എംപ്ലോയീസ്. ഇപ്പൊ എംപ്ലോയീസിന് വേണ്ട തീരുമാനം എടുക്കുന്നത് അവർ തന്നെയല്ല, ഒരു മാനേജറോ അല്ലെങ്കിൽ അവരുടെ ബോസോ ആയിരിക്കും തീരുമാനമെടുക്കുക. What they are doing and how and in how much time they should complete it are decided by the senior. അവര് എങ്ങനെ എത്ര സമയം കൊണ്ട് ആ വർക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സീനിയർ ആണ്. സീനിയർ എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജറോ ബോസോ ഒക്കെ ആയിരിക്കാം. ഇപ്പൊ എംപ്ലോയിക്ക് നേരിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. Give the difference in attitude of entrepreneur and employee in belief that environment can change. ഒരു പരിസ്ഥിതിയില്, ചുറ്റുപാടില് മാറ്റം വരാം അല്ലെങ്കിൽ മാറ്റം വരുത്തണം എന്നുള്ള കാര്യത്തിൽ ആ ഒരു ഇഷ്യൂയില് ഒരു എംപ്ലോയിയുടെയും ഒരു ഓൺട്രപ്രണറുടെയും മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. Entrepreneur usually work in an unknown environment. ഓൺട്രപ്രണറെ സംബന്ധിച്ച് അയാൾ ഒരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോഴേക്കും അതിന് എന്ത് സംഭവിക്കും, ഏത് രീതി മുമ്പോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. ഒരു അൺനോൺ എൻവയോൺമെന്റിലാണ് വർക്ക് ആരംഭിക്കുന്നത്. They do not know what will happen after they start something new. പുതുതായിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. Therefore, it is important for an entrepreneur to remain positive in and believe that the market environment can change. അപ്പൊ തീർച്ചയായിട്ടും എൻവയോൺമെന്റിനെ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതായത് ഈ മാർക്കറ്റില് മാറ്റങ്ങൾ വരുമെന്നും തങ്ങൾക്ക് അനുകൂലമായിട്ട് മാർക്കറ്റ് മാറും എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയോട് കൂടി മാത്രമേ ഒരു ഓൺട്രപ്രണർക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഒരു എംപ്ലോയി സംബന്ധിച്ചാണെങ്കിലോ, an employee's job is focused internally. ഒരു എംപ്ലോയിയുടെ ജോലി എന്നുള്ളത് ആ എൻവയോൺമെന്റിലേക്ക് എക്സ്പോസ്ഡ് അല്ല. അയാളെ സംബന്ധിച്ച് ആ ഒരു ഇന്റേണൽ ആണ് അയാളുടെ ജോലി, ഉള്ളിലുള്ള ഒരു ജോലിയാണ്. And it is not usually affected by outside environment. മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങള്, മാർക്കറ്റ് എൻവയോൺമെന്റ് ഇയാളെ സംബന്ധിച്ച് ഒട്ടും ബാധകമല്ല. ഈ എംപ്ലോയിയെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബാധകമല്ല. അത് ഫേവറബിളോ അൺഫേവറബിളോ എന്നുള്ളത് അയാൾ നേരിട്ട് ബാധിക്കുന്ന ഇഷ്യൂ അല്ല.
then ചില സ്റ്റേറ്റ്മെന്റുകളാണ്. ആ സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുക. An entrepreneur reports to the boss or manager. ഒരു സംരംഭകൻ ബോസ് അല്ലെങ്കിൽ മാനേജറുടെ മുമ്പിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം നേരെ തിരിച്ചാണ്, മാനേജറാണ് ഒരു ഓൺട്രപ്രണറുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. An employee has to adapt to outside market environment while doing job. ജോലി ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് പുറമേയുള്ള മാർക്കറ്റ് എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഔട്ട്സൈഡ് എൻവയോൺമെന്റ് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതും ഓൺട്രപ്രണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. An entrepreneur has to always think about what the customer wants. ഒരു കസ്റ്റമർ, ഉപഭോക്താവിന് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു ഓൺട്രപ്രണർ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അത് ട്രൂ ആണ് ആ സ്റ്റേറ്റ്മെന്റ്. Then an employee makes all the decision by himself or herself. ഒരു എംപ്ലോയി എല്ലാ തീരുമാനങ്ങളും സ്വയം എടുക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത് തെറ്റാണ്. എംപ്ലോയി അല്ല തീരുമാനമെടുക്കുക, മാനേജർ, ബോസ് അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആണ് തീരുമാനമെടുക്കുക. എംപ്ലോയി അത് ഫോളോ ചെയ്യുന്ന ആളാണ്. Then give examples for problems faced by the entrepreneur. ഒരു ഓൺട്രപ്രണറിന് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടാൻ സാധ്യതയുള്ളത് എന്ന് നോക്കുക. ഐഡിയ, മണി, റോ മെറ്റീരിയൽ, സെല്ലിംഗ്, അക്കൗണ്ട്, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകൾക്കും ഓൺട്രപ്രണർക്ക് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഐഡിയ, ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ, അത് ഏതാണ് വേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരു ക്യാപിറ്റൽ എത്രമാത്രം സ്പെൻഡ് ചെയ്യണം, ആ സ്പെൻഡ് ചെയ്യാനുള്ള മണി എങ്ങനെ റേസ് ചെയ്യും, അതൊരു പ്രോബ്ലം ആണ്. റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി, അതിന്റെ പ്രൈസിങ്, അതുപോലെ ഉണ്ടാക്കിയ ആ പ്രോഡക്റ്റിന്റെ സെല്ലിങ്, അക്കൗണ്ടിങ്, ദെൻ മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, എല്ലാം തന്നെ ഈ ഒരു ഓൺട്രപ്രണർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. വിച്ച് ആർ ദ ഡിഫറെന്റ് വേസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ബൈ ദ ഓൺട്രപ്രണർ. ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ പ്രോബ്ലംസ് ഒരു ഓൺട്രപ്രണർ എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യവസ്ഥാപിതമായിട്ടുള്ള ചില സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ പൈസക്ക് ഷോർട്ടേജ് വരുമ്പോൾ ബാങ്കിൽ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരു പ്രോബ്ലം സോൾവിംഗ് ലെവലിലേക്ക് നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല. വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതായത് സാധാരണ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം റേസ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പൊ അതിന് പ്രധാനമായിട്ട് 3 വഴികളാണുള്ളത്. വൺ ഈസ് ദ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിയാത്മകത. ക്രിയേറ്റിവിറ്റി മീൻസ് ടു കം അപ്പ് വിത്ത് ഐഡിയാസ് ദാറ്റ് അതേഴ്സ് ഹാവ് നോട്ട് തോട്ട് ബിഫോർ. ആരും മുമ്പ് ചിന്തിക്കാത്ത, ആരുടെയും ചിന്തയിൽ മുമ്പ് വരാത്ത പുതിയ ഐഡിയകൾ ആലോചിച്ചെടുക്കുക. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഐഡിയകൾ ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് നാം ക്രിയേറ്റിവിറ്റി എന്ന് പറയുക. ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാല് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാല് അതിനെ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതിനെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുക. അതിനാണ് നാം ഇന്നോവേഷൻ എന്ന് പറയുക. ഐഡിയ കൺസീവ് ചെയ്ത് കഴിഞ്ഞാല് ആ ഐഡിയനെ റിയാലിറ്റിയിലേക്ക്, മേക്ക് ന്യൂ ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി, അതിനാണ് നാം ഇന്നോവേഷൻ എന്ന് പറയുക. മൂന്നാമത് ക്രിറ്റിക്കൽ തിങ്കിങ്. വിമർശനാത്മകമായിട്ട് ചിന്തിക്കുക. അണ്ടർസ്റ്റാൻഡ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം ബൈ ആസ്കിംഗ് oneself questions. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം, എപ്പോൾ അത് ആരംഭിച്ചു, അത് എങ്ങനെ പരിഹരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സെൽഫായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക. ആൻഡ് റിസർച്ച് അബൌട്ട് റീസൺസ് ഫോർ ദ സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുക. അപ്പോ നമുക്ക് അത് സൊല്യൂഷന് വേണ്ടുന്ന ഹിന്റുകൾ നമുക്ക് കിട്ടും. അപ്പോ ഈ 3 രീതിയിലാണ് ഒരു ഓൺട്രപ്രണർ പ്രോബ്ലം സോൾവ് ചെയ്യുക. ബൈ ഹിസ് ക്രിയേറ്റിവിറ്റി, ഹിസ് ഇന്നോവേറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹിസ് ക്രിറ്റിക്കൽ തിങ്കിങ്. Then what is business planning? നമുക്കറിയാം ഏത് ബിസിനസ് തുടങ്ങണമെന്ന് there should be a plan. എന്താണ് ബിസിനസ് പ്ലാനിങ്? A business plan is a detailed plan of what an entrepreneur wants to achieve through the business and how it is achieved. ഒരു ബിസിനസ്സിൽ കൂടി ഒരു എന്റർപ്രണർ എന്താണ് അച്ചീവ് ചെയ്യാൻ, എന്താണ് അയാൾ ആർജിക്കാൻ ശ്രമിക്കുന്നത്,
അതിനെ സംബന്ധിച്ച വളരെ വിശദമായ ഒരു പ്ലാൻ. അതുപോലെ തന്നെ ആ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ആ ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യും, ആ ലക്ഷ്യം എങ്ങനെ നേടും എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള രേഖ, അതിനാണ് നാം ബിസിനസ് പ്ലാനിങ് എന്ന് പറയുക. പ്ലാനിങ് ഇല്ലാതെ ബിസിനസ് തുടങ്ങിയാൽ അത് സക്സസ്ഫുൾ ആവില്ല എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പ്ലാനിങ്? ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാനിങ്ങിന്റെ ആവശ്യകത എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് നോക്കുക. എസ്റ്റിമേറ്റിംഗ് ദ മണി റിക്വയർഡ് ടു സ്പെൻഡ്. എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ക്യാപിറ്റൽ, ഒരു മുതൽ മുടക്ക് ആവശ്യമുണ്ട്. ആ മുതൽ മുടക്ക് എത്ര വേണ്ടിവരും എന്നും അതിന്റെ സോഴ്സ് എന്താ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ബിസിനസ് പ്ലാനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം അതാണ്. എത്രമാത്രം ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അത് എങ്ങനെ കണ്ടുപിടിക്കും, അതിനെ സംബന്ധിക്കുന്ന പ്ലാനിങ്. എസ്റ്റിമേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ്. റോ മെറ്റീരിയൽസ് എത്രമാത്രം ആവശ്യമുണ്ട്, ആ റോ മെറ്റീരിയൽസ് എവിടുന്ന് കിട്ടും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ പ്രോഡക്റ്റിന്റെ വില നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിന് ഈ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കോസ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ബിസിനസ് പ്ലാനിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. ദെൻ സ്റ്റാൻഡിങ് ഔട്ട്. സ്റ്റാൻഡിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക, വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ്. യുണീക് പ്രോഡക്ട്സ്. നമ്മളുടെ പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിലവിലുള്ള പ്രോഡക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ക്വാളിറ്റി, അത് ഒരു വ്യത്യസ്തത അതിനുണ്ടെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവൂ. അത് പ്രൈസ് തലത്തിലായിരിക്കാം, ക്വാളിറ്റി തലത്തിലായിരിക്കാം, അവൈലബിലിറ്റി ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൻഡിങ് ഔട്ട്, മാറി നിൽക്കുന്ന ഒരു രീതിയിൽ, മറ്റിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ്, അത് നമ്മളുടെ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദെൻ സെറ്റിംഗ് ഓഫ് ഗോൾസ്. ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. അംബീഷ്യസ് എറ്റ് റിയലിസ്റ്റിക്. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് നമ്മളെ സംബന്ധിച്ച് ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള, അത്യാഗ്രഹമൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അത് റിയലിസ്റ്റിക് ആയിരിക്കണം, നടക്കാൻ സാധ്യതയുള്ളതായിരിക്കണം. അങ്ങനെയുള്ള ആ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആ ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓൺട്രപ്രണർ മോട്ടിവേറ്റഡ് ആകുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഒരു ബിസിനസ് പ്ലാനിങ്ങിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഈ യൂണിറ്റിൽപ്പെട്ട ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ. ഇത് മാത്രമല്ല, ഈ വീഡിയോ ബാക്കി അതിന്റെ ഒറിജിനൽ ഡിപ്പാർട്ട്മെന്റ് ഈ വിദ്യാലയം വീഡിയോ കൃത്യമായ രീതിയിൽ കാണുകയും അത് അസസ് ചെയ്യുകയും ഇതിന് പുറമെയുള്ള ചോദ്യോത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.